ഇനി നമുക്കൊരു ബൊക്കെ ഉണ്ടാക്കിയാലോ? ടിഷ്യൂ പേപ്പർ വെച്ച് ഫ്ലവർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ സാധാരണ റോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഇതുപോലെ ഓവൽ ഷേപ്പിൽ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ക്യാപ്പ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ റോസ് ഉണ്ടാക്കുന്നത്. എന്തായാലും എനിക്ക് റോസ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കതൊരു സ്റ്റിക്കിലേക്ക് കുത്തി കൊടുക്കണം. ഞാൻ എൻ്റെ സ്റ്റിക്ക് ഇല്ലാത്ത കാരണം ഞാനത് പേപ്പർ സ്ട്രോ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു 5 6 അല്ലെങ്കിൽ കൂടിയ 7 റോസ് പൂ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ആവശ്യം ഇതുപോലുള്ള കളർ പേപ്പറാണ്. അത് നല്ല സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കാം. എന്നിട്ടത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം. ഞാനൊരു 2 കളറാണ് എടുക്കുന്നത്, ഓറഞ്ചും ഒരു ഡീപ്പ് യെല്ലോ കളറും. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോസുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഇത് വലിയ സംഭവമായിട്ടുള്ളൊരു ബൊക്കെയൊന്നുമല്ല, എന്നാൽ ചെറിയൊരു സംഭവം തന്നെയാണ്. ഇനി സെല്ലോ ടേപ്പ് വെച്ചിട്ട് എല്ലാം ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന കളർ പേപ്പറുകൾ ഇതുപോലെ റൗണ്ട് ആക്കി പിടിച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ, അതിൻ്റെതായ കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു സ്ക്വയർ പീസുള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കോണാക്കി മടക്കി അതിൻ്റെ തുമ്പൊന്ന് പുറകിലേക്ക് മടക്കി കൊടുത്തിട്ട് അതെല്ലാം ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒരു 3 എണ്ണം മതിയാവും കേട്ടോ. നമ്മുടെ ബൊക്കയ്ക്ക് ഒരു പിടി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണത്. പിന്നെ ഇതേപോലത്തെ ബൊക്കെ തന്നെ വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. ഈ പേപ്പർ സ്ട്രോയ്ക്ക് പകരം ബാംബൂ സ്റ്റിക്കാണ് നമുക്ക് ആവശ്യം. അത് എൻ്റെ കയ്യിൽ കാണാതെ ഇരുന്നത് കാരണമാണ് പെട്ടെന്ന് എനിക്ക് പേപ്പർ സ്ട്രോയിലേക്ക് മാറേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് ബൊക്കെ ഉണ്ടാക്കുന്ന രീതി ഒന്ന് വ്യത്യാസമാക്കേണ്ടി വന്നു, അതാണ് പറ്റിയത്. അത് ഞാൻ വേറൊരു മോഡൽ ചെയ്തിടാം കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിലല്ല ഉണ്ടാക്കിയത്, എങ്കിലും ആ സെല്ലോ ടേപ്പൊക്കെ ഇപ്പോൾ ഇച്ചിരി പുറത്ത് കാണുന്നുണ്ട്, ഒരുവിധം പിടിച്ചിട്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ബൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈക്ക് തരണം, പിന്നെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.